21 വയസ്സുകാരി ആയിഷ റഷയുടെ ആത്മഹത്യ ബന്ധുക്കളെയും മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും അടക്കം ഒരുപാട് പേരെ ഞെട്ടിച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മകൾ ആത്മഹത്യ ചെയ്തെന്ന് ഇവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല. മകളെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് മാതാപിതാക്കൾ പഠിക്കാൻ അയക്കുന്നത്. അവൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമെന്ന് ആ മാതാപിതാക്കൾ കരുതുന്നു. ആയിഷയുടെ ആൺസുഹൃത്ത് ബഷറുദ്ദീൻ നിരന്തരമായി ബ്ലാക്ക്മെയിൽ ചെയ്യാറുണ്ടെന്നും അവളെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാറുണ്ടെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. പെൺകുട്ടി പഠിക്കാൻ പോകുന്ന സമയത്താണ് ഇരുവരും പരിചയപ്പെടുന്നത്. 2 വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. ആദ്യമൊന്നും ബഷറിനോട് പെൺകുട്ടി താല്പര്യം കാണിച്ചിരുന്നില്ല. ആയിഷയോട് അത്രയേറെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്നും പറഞ്ഞാണ് റഷയുടെ പിന്നാലെ ഇദ്ദേഹം നടന്നിരുന്നത്. പിന്നീട് ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്തു. പഠനം കഴിഞ്ഞ ഉടനെ തന്നെ വിവാഹം കഴിക്കുമെന്നായിരുന്നു ബഷീർ റഷയ്ക്ക് വാക്ക് നൽകിയിരുന്നത്. റഷ ബഷീറിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു തുടങ്ങി. അത് മനസ്സിലാക്കിയ ബഷറുദ്ദീൻ റഷയെ പല കാര്യത്തിനും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ആദ്യമെല്ലാം എതിർത്തിരുന്നെങ്കിലും ബഷറുദ്ദീൻ്റെ പ്രലോഭനങ്ങൾക്ക് മഴങ്ങിപ്പോകുകയായിരുന്നു റഷ ചെയ്തത്. അവൻ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കാൻ തുടങ്ങി. അത്രയേറെ ഇഷ്ടമായിരുന്നു അവൾക്ക് അവനോട്. ആ ഒരു ഇഷ്ടം മാക്സിമം ഉപയോഗിക്കുക എന്നതായിരുന്നു ബഷറുദ്ദീൻ്റെ ഉദ്ദേശം. ബഷറുദ്ദീനും റഷയുമൊത്തുള്ള ഫോട്ടോകളും വീഡിയോകളും കാണിച്ച് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പല കാര്യങ്ങൾക്കും അയാൾ ഉപയോഗിച്ചു. ഇതൊരു സാധാരണ ഭീഷണിയായിരുന്നില്ല, വ്യക്തമായ ബ്ലാക്ക്മെയിലിംഗ് ആണ്. ബഷറുദ്ദീൻ എല്ലാം പ്ലാൻ ചെയ്തതാണ്. റഷയ്ക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ആഴം അയാൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ താൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കും. വീട്ടുകാരോടൊന്നും പറയാൻ പോവില്ല എന്ന് അയാൾക്കറിയാം. ആയിഷക്കാണെങ്കിൽ അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള ആത്മവിശ്വാസമോ കഴിവോ ഉണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഭീഷണിയും മാനസിക സമ്മർദ്ദവും അവളെ പൂർണ്ണമായും തളർത്തിയിരിക്കാം എന്നാണ് ബന്ധുക്കളുടെ അഭിപ്രായം. ആയിഷ മരിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത സുഹൃത്തിനെ വിളിച്ചിരുന്നു. അവളും ആത്മഹത്യയുടെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ആയിഷ ശരിക്കും അങ്ങനെ ചെയ്യില്ല. അവൾ മാനസികമായും അത്രയും ശക്തമായിരുന്നു. ആയിഷ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ബഷീറുമായിട്ട് ഇതിനു മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവൻ്റെ സ്വഭാവം കുറച്ചു മോശമാണെന്നും മുൻപും ആയിഷയുമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായും സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഇയാളിൽ നിന്നും നിരന്തരമായി ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചു നാൾ മുമ്പ് ചിരവ കൊണ്ട് അടിച്ചിരുന്നു എന്ന് സുഹൃത്ത് പറഞ്ഞു. അന്ന് ആയിഷ ഇയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കാൻ പോയതാണ്. പക്ഷേ ബഷറുദ്ദീൻ ആ ബന്ധത്തിൽ നിന്ന് ഒരു മോചനം നൽകിയില്ല. ബഷറുദ്ദീൻ പല കാര്യങ്ങളും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് ഒരിക്കലും മോചനമുണ്ടാവില്ലെന്നും തൻ്റെ ജീവിതം നശിച്ചു പോയെന്നും പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞതാണ്. ഈ വെക്കേഷനിൽ വീട്ടിലേക്ക് പോകാനിരുന്ന റഷയെ ഭീഷണിപ്പെടുത്തിയാണ് ബഷറുദ്ദീൻ എരണിപ്പാലത്തെ ഫ്ലാറ്റിലെത്തിക്കുന്നത്. താൻ മാനസികമായി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നും റഷ ആവശ്യപ്പെടുന്നു. എന്നാൽ ബഷറുദ്ദീൻ അതിനൊന്നും തയ്യാറായിരുന്നില്ല. ഓണപരിപാടിക്ക് പോവരുതെന്ന് റഷ ശാഠ്യം പിടിച്ചു. എന്നാൽ അവൾ പറയുന്നതൊന്നും അനുസരിക്കാതെ അയാൾ പുറത്തേക്ക് പോയി. മാത്രവുമല്ല, ബഷറുദ്ദീന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് റഷ മനസ്സിലാക്കുകയും ചെയ്തു. താൻ എല്ലാം കൊണ്ടും പെട്ടു. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാവാം പാവം മരണത്തിലേക്ക് പോയിട്ടുണ്ടാകുക.